ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ PYQ സീരീസിൻ്റെ പാർട്ട് 5 എത്തിയിരിക്കുന്നത്. Going to the question number 44. The disease resulting from the buildup of abnormal prion proteins in the brain and nervous system. Options A. BSE, B. BOAA, C. Giardiasis, D. Cretinism. നെർവസ് സിസ്റ്റത്തിലും ബ്രെയിനിലും ഒക്കെ അബ്നോർമൽ പ്രയോൺ പ്രോട്ടീൻസ് ഉണ്ടാവുന്നത് വഴി റിസൾട്ട് ചെയ്യുന്ന ഡിസീസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് BSE, BOAA, ഗിയാർഡിയാസിസ്, ക്രെറ്റിനിസം. ഈ ഓപ്ഷനിൽ തന്നെ നമുക്ക് ക്രെറ്റിനിസം എന്നുള്ളത് ഒഴിവാക്കാം, അത് നമുക്ക് അറിയുന്നതാണ്. ഇനി 3 ഓപ്ഷൻസ് ആണുള്ളത്. ഇനി ഇതിലെന്താണ് BSE എന്ന് നമുക്ക് നോക്കാം. BSE എന്നത് അത്ര ഫെമിലിയർ ആയിരിക്കില്ല, പക്ഷേ മാഡ് കൗ ഡിസീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മൾ പ്രയോൺ ഡിസീസസിൽ പഠിക്കുന്ന ഒരു എക്സാമ്പിളാണ് BSE, അതായത് മാഡ് കൗ ഡിസീസ്. ഇറ്റ്സ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. BSE എന്ന് പറഞ്ഞാൽ ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. ഇറ്റ്സ് എ വെരി റെയർ ബ്രെയിൻ ഡിസീസ് ഇൻ കാറ്റിൽ കോസ്ഡ് ബൈ അബ്നോർമൽ പ്രോട്ടീൻസ് കോൾഡ് പ്രയോൺസ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ A ആണെന്ന് മനസ്സിലായി. അടുത്ത ഓപ്ഷൻ എന്താണെന്ന് കൂടെ നമുക്ക് പരിശോധിക്കാം. BOAA അല്ലെങ്കിൽ ബോവ എന്ന് പറഞ്ഞാൽ ഒരു അബ്രിവേഷനാണ്. ന്യൂറോടോക്സിൻ ആയിട്ടുള്ള BN ഓക്സൈൽ L ആൽഫ ബീറ്റ ഡൈ അമിനോ പ്രൊപ്പിയോണിക് ആസിഡിൻ്റെ ഒരു അബ്രിവേഷനാണ് BOAA അല്ലെങ്കിൽ ബോവ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ODAP. ഇത് ഒരു ടോക്സിനാണ്. ഇസ് ദ പ്രൈമറി കോസ് ഓഫ് സിവിയർ ന്യൂറോ ഡിജനറേറ്റീവ് ഡിസീസ് നോൺ ആസ് ന്യൂറോലാത്തറിസം എന്ന ഒരു ന്യൂറോ ഡിജനറേറ്റീവ് ഡിസീസ് കോസ് ചെയ്യുന്ന ഒരു ന്യൂറോ ടോക്സിനാണ് ഈ ബോവ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രയോൺ ഡിസീസ് ഏതാണെന്ന, അതിൽ ആൻസർ BSE ആണ് വരുന്നത്. ഓപ്ഷൻ സിയിൽ പറയുന്ന ഗിയാർഡിയാസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ ഇൽനെസ് ആണ്. ഒരു പാരസൈറ്റ് കോസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ഇൽനെസ്സിനെയാണ് ഗിയാർഡിയാസിസ് എന്ന് പറയുന്നത്. അപ്പം 4 ഓപ്ഷൻസും നമുക്ക് ക്ലിയർ ആണ്. ഇതിൽ ആൻസർ വരുന്നത് BSE ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question 45. Bacteria which can survive either in the presence or absence of oxygen. Options A. Obligate anaerobes, B. Facultative aerobes, C. Obligate aerobes, D. Facultative anaerobes. ഓക്സിജൻ്റെ പ്രസൻസിലോ ആബ്സെൻസിലോ ജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വരുന്നത് ഒബ്ലിഗേറ്റ് അനയറോബ്സ്, ഫാക്കൾറ്റേറ്റീവ് എയറോബ്സ്, ഒബ്ലിഗേറ്റ് എയറോബ്സ്, ഫാക്കൾറ്റേറ്റീവ് അനയറോബ്സ്. ഇതിൽ ബാക്ടീരിയനെ അതിൻ്റെ ഗാഷ്യസ് റിക്വയർമെൻറ്റിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കാണാം. ഒബ്ലിഗേറ്റ് എയറോബ്സ്, ഫാക്കൾറ്റേറ്റീവ് അനയറോബ്സ്, മൈക്രോ എയറോഫൈൽസ്, ഒബ്ലിഗേറ്റ് അനയറോബ്സ്, കാപ്നോഫൈൽസ് എന്നിങ്ങനെയായിട്ട് ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിൽ ഒബ്ലിഗേറ്റ് എയറോബ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദോസ് ബാക്ടീരിയാസ് ദാറ്റ് ഗ്രോ ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ പ്രസൻസിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയാസാണ് ഒബ്ലിഗേറ്റ് എയറോബ്സിൽ വരുന്നത്. ആൻഡ് കനോട്ട് ഗ്രോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ദെൻ ഫാക്കൾറ്റേറ്റീവ് അനയറോബ്സ് എന്ന് പറഞ്ഞാൽ ദോസ് ബാക്ടീരിയ ദാറ്റ് ആർ ഏബിൾ ടു ഗ്രോ എയ്തർ വിത്ത് ഓർ വിത്തൗട്ട് ഫ്രീ ഓക്സിജൻ. സോ ഫാക്കൾറ്റേറ്റീവ് അനയറോബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബാക്ടീരിയാസിന് ഓക്സിജൻ്റെ പ്രസൻസിലോ ആബ്സെൻസിലോ ജീവിക്കാൻ കഴിയുന്നവയാണ് ഫാക്കൾറ്റേറ്റീവ് അനയറോബ്സ്. ഇനി മൈക്രോ എയറോഫൈൽസ് എന്ന് പറഞ്ഞാൽ ദിസ് ആർ ബാക്ടീരിയാസ് ദാറ്റ് ഗ്രോ ബെസ്റ്റ് ഇൻ പ്രസൻസ് ഓഫ് ലോവർ ലെവൽ ഓഫ് ഓക്സിജൻ ദാൻ ദാറ്റ് പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. മൈക്രോ എയറോഫൈൽസ് ആണ്. മൈക്രോ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഓക്സിജൻ കിട്ടുമ്പോൾ വളരെ നന്നായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയാസ് ആണ് മൈക്രോ എയറോഫൈൽസ്. ദെൻ ഒബ്ലിഗേറ്റ് അനയറോബ്സ്. ദീസ് ആർ ദോസ് ബാക്ടീരിയാസ് ദാറ്റ് കൻ ഗ്രോ only in the absence of oxygen. In fact, this bacteria will die if there is oxygen. ഒബ്ലിഗേറ്റ് അനയറോബ്സ് അവർക്ക് നിർബന്ധമാണ് അനയറോബിക് കണ്ടീഷൻ. ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനാണ് അവർക്ക് വേണ്ടത്. ഇനി അവിടെ ഓക്സിജൻ ഉണ്ടാവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ബാക്ടീരിയാസ് വിൽ ഡൈ. അതാണ് ഒബ്ലിഗേറ്റ് അനയറോബ്സ്. ഇനി കാപ്നോഫൈൽസ് ആർ ദോസ് ബാക്ടീരിയാസ് ദാറ്റ് റിക്വയർ കാർബൺ ഡയോക്സൈഡ് ഫോർ ഗ്രോത്ത്. ദേ ആർ CO2 ലവിങ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയാസ് ആണ് കാപ്നോഫൈൽസ്. ഇതാണ് നമ്മുടെ ബാക്ടീരിയാസിൻ്റെ ഗാഷ്യസ് റിക്വയർമെൻറ്റിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഓക്സിജൻ്റെ പ്രസൻസിലോ ആബ്സെൻസിലോ ജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയ ഏതെന്നാ. അപ്പോൾ അതിന് ആൻസർ വരുന്നത് ഏതാണ്? ഫാക്കൾറ്റേറ്റീവ് അനയറോബ്സ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ D. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 46. Causative organism of peptic ulcer. Options A. Clostridium botulinum, Option B. Lactobacillus acidophilus, C. Helicobacter pylori, D. Shigella sone. പെപ്റ്റിക് അൾസറിൻ്റെ കോസറ്റീവ് ഓർഗാനിസം എന്താണെന്ന ക്വസ്റ്റ്യനിൽ ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിനമാണ്
ബ്യൂട്ടിലിസം കോസ് ചെയ്യുന്നത് ലാക്ടോബാസിലസ് അസിഡോഫിലസ് ഇസ് എ പ്രോബയോൺ, ദാറ്റ് ഈസ് നമ്മുടെ ഗട്ടിൽ കാണപ്പെടുന്ന ഒരു ഗുഡ് ബാക്ടീരിയ ആണ് ലാക്ടോബാസിലസ് അസിഡോഫിലസ്. ദെൻ ഷിഗല്ല സോണി ആണെങ്കിൽ ഷിഗല്ല കോസ് ചെയ്യുന്നത് ഷിഗല്ല സോണിയാണ്. ദെൻ ഹെലിക്കോബാക്ടർ പൈലോറി, ഇതാണ് പെപ്റ്റിക് അൾസർ കോസ് ചെയ്യുന്ന ഓർഗാനിസം, ഹെലിക്കോബാക്ടർ പൈലോറി. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഹെലിക്കോബാക്ടർ പൈലോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 47. എക്സസ് ഓക്സാലൈറ്റ് ഇൻടേക്ക് മേ ലീഡ് ടു ഓപ്ഷൻ എ നെഫ്രോലിത്തിയാസിസ്, ബി കോളിലിത്തിയാസിസ്, സി സിറോസിസ്, ഡി ക്രോൺസ് ഡിസീസ്. എക്സസ് ഓക്സാലേറ്റ് ഇൻടേക്ക് വഴി ഉണ്ടാകുന്ന അസുഖം എന്താണെന്ന ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻ എ നെഫ്രോലിത്തിയാസിസ് എന്താണെന്ന് നോക്കാം. നെഫ്രോലിത്തിയാസിസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാം, പക്ഷേ ഇത് പറഞ്ഞാൽ സിംപ്ലി ഇറ്റ്സ് റീനൽ കാൽക്കുലി ഓർ റീനൽ സ്റ്റോൺസ്, ദാറ്റ് ഇസ് നമ്മുടെ കിഡ്നി സ്റ്റോണില്ലേ അത് തന്നെ. യൂറിനിൽ ഓവർ സാച്ചുറേറ്റഡ് ആവാം വിത്ത് മിനറൽ സാൾട്സ്, അതിൽ കാൽഷ്യം വരാം, ഓക്സാലൈറ്റ് വരാം, യൂറിക് ആസിഡ് വരാം. ഇതാണ് നെഫ്രോലിത്തിയാസിന് കാരണം വരുന്നത്. ഇത് തന്നെയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ, ഓക്സാലൈറ്റിൻ്റെ എക്സസ് ഇൻടേക്ക് വഴി ഉണ്ടാകുന്ന അസുഖം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് നെഫ്രോലിത്തിയാസിസ് തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷനും കൂടെ എന്താണെന്നൊന്ന് നോക്കാം. കോളിലിത്തിയാസിസ് എന്ന് പറഞ്ഞാൽ ഗാൾ ബ്ലാഡർ സ്റ്റോൺസ് ആണ്, അല്ലെങ്കിൽ ഗാൾ സ്റ്റോൺസ് എന്ന് പറയാം. ദീസ് ആർ സ്മോൾ ഹാർഡ് പീസസ് ദാറ്റ് കൻ ഫോം ഫ്രം ബൈൽ. അപ്പം ഇത് നമ്മുടെ ഈ ബൈലിൻ്റെ ഫ്ലോനെ ബ്ലോക്ക് ചെയ്യാം, അതുവഴി പെയിനും മറ്റു പ്രോബ്ലംസും ഉണ്ടാകാം. അതാണ് കോളിലിത്തിയാസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് സിറോസിസ് ആണ്. ഇത് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ് സിറോസിസ്, ലിവർ സിറോസിസ്. നമ്മുടെ നോർമൽ ലിവറിൽ ഫൈബ്രസ് ബാൻഡ്സ് റീപ്ലേസ് ചെയ്ത് വരുന്ന ഒരു കണ്ടീഷനാണ് സിറോസിസ് എന്ന് പറയുന്നത്. സോ ഇവിടെ അബ്നോർമൽ ബ്ലഡ് ആൻഡ് ലിംഫ് ഫ്ലോ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സിറോസിസ് നമ്മൾ ഈ സ്മോക്കിംഗ് ആയിട്ടുള്ള ആളുകളിൽ കൂടുതലായിട്ട് കാണുന്നൊരു അസുഖമാണ് സിറോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്രോഹാൻസ് ഡിസീസ് ആണ്. എന്താണ് ക്രോൺസ് ഡിസീസ്? ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ആണ് ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൻ്റെ ഏതൊരു ഭാഗത്തിനെയും അഫക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസിനെ ക്രോഹാൻസ് ഡിസീസ് എന്നാണ് പറയുന്നത്. So here the answer is option A, nephrolithiasis. Going to next question number 48. Koilonychia is a symptom of options A, jaundice, B, diabetes mellitus, C, anemia, D, cirrhosis. കോയിലോനിക്കിയ ഏത് ഡിസീസിൻ്റെ സിംറ്റം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ജോണ്ടിസ്, ഡയബറ്റിസ് മെലിറ്റസ്, അനീമിയ, സിറോസിസ്. സോ കോയിലോനിക്കിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇത് സ്പൂൺ നെയിൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇറ്റ്സ് എ നെയിൽ ഡിസീസ് ദാറ്റ് ക്യാൻ ബി എ സൈൻ ഓഫ് ഹൈപ്പോക്രോമിക് അനീമിയ, എസ്പെഷ്യലി അയൺ ഡെഫിഷ്യൻസി അനീമിയ. സോ നമ്മുടെ ആൻസർ ഇവിടെ ക്ലിയർ ആണ്. ഹൈപ്പോക്രോമിക് അനീമിയ കാരണമുണ്ടാകുന്ന ഒരു നെയിൽ ഡിസീസാണ് കോയിലോനിക്കിയ. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, അനീമിയ. Then moving to next question number 49. Enteric fever is also known as options A, tuberculosis, B, typhoid, C, malaria, D, tropical sprue. സോ എൻറ്ററിക് ഫീവറിൻ്റെ മറ്റൊരു പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വരുന്നത് ട്യൂബർകുലോസിസ്, ടൈഫോയിഡ്, മലേറിയ, ട്രോപ്പിക്കൽ സ്പ്രൂ ആണ്. ലെറ്റ്സ് ചെക്ക് അതർ നെയിംസ് ഓഫ് ദീസ് ഡിസീസസ്. ട്യൂബർകുലോസിസ് is also called white plague and malaria is also called marsh fever. Then tropical sprue is a malabsorption disorder found in tropical regions. Typhoid is also called enteric fever. സോ നമ്മുടെ ആൻസർ വരുന്നത് എൻറ്ററിക് ഫീവർ എന്നും അറിയപ്പെടുന്ന ഡിസീസ് ഓപ്ഷൻ ബി, ടൈഫോയിഡ് ആണ്. ദെൻ ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 50. ഹൈപ്പർടെൻഷൻ ദാറ്റ് ഡെവലപ്സ് ഇൻസിഡിയസ്ലി. ഓപ്ഷൻസ് എ, എസെൻഷ്യൽ ഹൈപ്പർടെൻഷൻ, ബി, സെക്കൻഡറി ഹൈപ്പർടെൻഷൻ, സി, പോർട്ടൽ ഹൈപ്പർടെൻഷൻ, ഡി, മാലിഗ്നന്റ് ഹൈപ്പർടെൻഷൻ. ഇത് നമുക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരില്ല. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഇതിൽ ആഡ് ചെയ്തതേ ഉള്ളൂ. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, എസെൻഷ്യൽ ഹൈപ്പർടെൻഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 51. ദ ക്രോണിക് കോംപ്ലിക്കേഷൻ ഓഫ് ഡയബറ്റിസ് മെലിറ്റസ് ഈസ് ഓപ്ഷൻസ് എ, ഹൈപ്പോഗ്ലൈസീമിയ, ബി, നെഫ്രോപ്പതി, സി, കീറ്റോസിഡോസിസ്, ഡി, ഹൈപ്പർഗ്ലൈസീമിയ. ഡയബറ്റിസ് മെലിറ്റസിൻ്റെ ക്രോണിക് കോംപ്ലിക്കേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഹൈപ്പോഗ്ലൈസീമിയ, നെഫ്രോപ്പതി, കീറ്റോസിഡോസിസ്, ഹൈപ്പർഗ്ലൈസീമിയ. ഇതിൽ നിന്ന് ഒരു ഓപ്ഷനെ നമുക്ക് ഒഴിവാക്കാം. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് ലെവൽ കുറവാണെന്നാണ്. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്ലൂക്കോസ് അധികമാവുന്ന അവസ്ഥയാണ്. സോ ഹൈപ്പോഗ്ലൈസീമിയ എന്ന ഓപ്ഷൻ നമുക്കിവിടെ ഒഴിവാക്കാം. ദെൻ നെഫ്രോപ്പതി, കീറ്റോസിഡോസിസ്, ഹൈപ്പർഗ്ലൈസീമിയ.
ഈ 3 ഡയബറ്റിസ് മെലിറ്റസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. അതിൽ 2 അക്യൂട്ട് കോംപ്ലിക്കേഷനും 1 ക്രോണിക് കോംപ്ലിക്കേഷനുമാണ്. അപ്പോൾ എന്താണ് അക്യൂട്ട് കോംപ്ലിക്കേഷനും ക്രോണിക് കോംപ്ലിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം? അക്യൂട്ട് കോംപ്ലിക്കേഷൻസ് റാപ്പിഡായിട്ട് ഓവർ ഹവേഴ്സ് അല്ലെങ്കിൽ ഡേയ്സ് കൊണ്ട് ഡെവലപ്പ് ആവുന്നതാണ്. ഇതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമാണ്. എന്നാൽ ക്രോണിക് കോംപ്ലിക്കേഷൻസ് സ്ലോ ആയിട്ട് ഓവർ ഇയേഴ്സൊക്കെ എടുത്തിട്ട് ഡെവലപ്പ് ആവുന്നതാണ്. ഇതിൽ കീറ്റോഅസിഡോസിസ്, ഹൈപ്പർ ഗ്ലൈസീമിയ ഇതൊക്കെ അക്യൂട്ട് കോംപ്ലിക്കേഷൻസിൽ പെടുന്നതാണ്. കാരണം ഈ ഡയബറ്റിസ് മെലിറ്റസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന കണ്ടീഷൻ ഉണ്ടാകാം. ഇത് കീറ്റോഅസിഡോസിലേക്ക് നയിക്കുന്നു. ഇനി കുറച്ച് ക്രോണിക് കോംപ്ലിക്കേഷൻസിൽ വരുന്നതാണ് ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ്, ഐ കോംപ്ലിക്കേഷൻസ്, ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി ഇതൊക്കെ. സോ ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, നെഫ്രോപ്പതി. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 52. ടൈപ്പ് ഓഫ് ഫാറ്റി ആസിഡ്സ് റെക്കമെൻഡഡ് ഇൻ ലിവർ ഡിസീസസ്. ഓപ്ഷൻസ് എ കാപ്രിക് ആസിഡ്, ബി ലോറിക് ആസിഡ്, സി പാമിറ്റിക് ആസിഡ്, ഡി സ്റ്റിയറിക് ആസിഡ്. അതായത് ലിവർ ഡിസീസസിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഫാറ്റി ആസിഡ് ടൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് കാപ്രിക് ആസിഡ്, ലോറിക് ആസിഡ്, പാമിറ്റിക് ആസിഡ് ആൻഡ് ഡി സ്റ്റിയറിക് ആസിഡാണ്. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ലോറിക് ആസിഡാണ്. ദാറ്റ് ഈസ് ലിവർ ഡിസീസസ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫാറ്റി ആസിഡാണ് ലോറിക് ആസിഡ്. Lauric acid could improve the histopathological structure of liver and it reduces apoptosis in liver. Going to next question number 53. Tumors that arise from connective tissues. Options A sarcomas, B carcinomas, C melanoma, D adenoma. അതായത് കണക്റ്റീവ് ടിഷ്യൂസിൽ ഉണ്ടാകുന്ന ട്യൂമേഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വരുന്നത് സാർക്കോമാസ്, കാർസിനോമാസ്, മെലനോമാസ്, അഡിനോമാസ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്യൂമേഴ്സ് നോക്കാം. Carcinoma affect organs and glands. Lymphoma affects lymphocytes or white blood cells. Leukemia affect the blood and bone marrow. Next, melanoma affects cells that pigment the skin. That is melanocytes affect ചെയ്യുന്നതാണ് melanoma. Then sarcoma, it affects soft connective tissues. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂസിനെ അഫക്റ്റ് ചെയ്യുന്ന ക്യാൻസർ ഏതാണെന്നാണ്. സോ ആൻസർ സാർക്കോമയാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ സാർക്കോമാസ്. സോ ഇന്നത്തെ സീരീസിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. സോ അതുവരയ്ക്കും താങ്ക് യു.